അതെ, ഞാനും അങ്ങനെ. പക്ഷെ അധികം നോക്കി നടക്കാറില്ല, നേരെ ഇങ്ങോട്ട് പറക്കാട് ജ്വല്ലറിയിലേക്ക് വരിക ചെയ്യുക. അപ്പം നമ്മുടെ പറക്കാട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ പരിചയപ്പെടുത്തി തരാനായിട്ട് നമ്മുടെ പറക്കാട്ടിൻ്റെ തന്നെ ഓണർ പ്രീതി പറക്കാട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. ഓണത്തിന് ഒരുപാട് സ്പെഷ്യലുകളുണ്ട്. അതിങ്ങനെ നെക്ലേസുകളും ഇതുപോലുള്ള ഒരുപാട് നഗാശി, ചെട്ടിനാട് കളക്ഷൻ, അങ്ങനെയുള്ള വർക്കുകൾ ഓണം സ്പെഷ്യൽ. മരപ്രഭു ഇത് നമ്മൾ ആദ്യം ലാലേട്ടന് കൊടുത്തു. ലാലേട്ടൻ സുവർണ മരപ്രഭു, ഗുരുവായൂർ സുവർണ മരപ്രഭുവിൻ്റെ ആരാധകനാണ് അദ്ദേഹം. നേരെ ഇത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ഹലോ, ഹായ് ഡേസ്. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? എറണാകുളം പറക്കാട്ട് ജ്വല്ലറിയിലാണ് കേട്ടോ. നമുക്കറിയാം, ഓണമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എവിടെ നിന്നാണ് ഓർണമെൻറ്റ്സ് ഏറ്റവും പുതിയ കളക്ഷൻ കിട്ടുക എന്ന് എല്ലാവരും നോക്കി നടക്കുന്നുണ്ടാവില്ലേ? അതെ, ഞാനും അങ്ങനെ. പക്ഷെ അധികം നോക്കി നടക്കാറില്ല, നേരെ ഇങ്ങോട്ട് പറക്കാട് ജ്വല്ലറിയിലേക്ക് വരിക ചെയ്യുക. നമ്മുടെ മിസ്സിസ് കേരളയ്ക്കും എന്ന് വേണ്ട പലതിനും ഫോട്ടോഷൂട്ടുകൾക്കും ഞാനിട്ടിരിക്കുന്ന പറക്കാട് ജ്വല്ലറിയുടെ ഓർണമെൻറ്റ്സ് തന്നെയാണ്. അതാ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നതും പറക്കാട് ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ കളക്ഷനാണ് കേട്ടോ അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഓണത്തിന് ലേറ്റസ്റ്റ് കളക്ഷൻ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്നാണ്. ചെട്ടിനാടിൻ്റെ നാഗ കളക്ഷൻ തൊട്ട് കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ പരിചയപ്പെടാം. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. വാ. അപ്പം നമ്മുടെ പറക്കാട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ പരിചയപ്പെടുത്തി തരാനായിട്ട് നമ്മുടെ പറക്കാട്ടിൻ്റെ തന്നെ ഓണർ പ്രീതി പറക്കാട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ എന്ന് പറയുമ്പോൾ പ്രീമിയം കളക്ഷൻസ് കാണിക്കാതെ പോകാൻ പറ്റില്ല. പ്രീമിയം കളക്ഷൻസും അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സുമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ? അതിൽ ഓണത്തിന് എന്താ സ്പെഷ്യൽസ്? ഓണത്തിന് ഒരുപാട് സ്പെഷ്യലുകളുണ്ട്. അതിങ്ങനെ നെക്ലേസുകളും ഇതുപോലുള്ള ഒരുപാട് നഗാശി, ചെട്ടിനാട് കളക്ഷൻ, അങ്ങനെയുള്ള വർക്കുകൾ ഓണം സ്പെഷ്യൽ. പിന്നെ നമ്മളുടെ പാലക്കയുടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു പഴയ ട്രഡീഷണൽ കളക്ഷൻ അല്ലാതെയുള്ള കുറച്ച് വെറൈറ്റി റൂബി പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടും നാഗപടത്തിൻ്റെയും പുലിനകത്തിൻ്റെയും പിന്നെ മാംഗോ ഹാർട്ട് ഷേപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതിൻ്റെ എല്ലാം ജിമിക്ക, സ്റ്റഡ്, നെക്ലേസ്, ബാംഗിൾസ് എല്ലാം സെറ്റായിട്ട് സെറ്റായിട്ട് വരുന്ന രീതി. പ്രീമിയം കളക്ഷനിൽ എന്താ വരുന്നത്? പ്രീമിയം കളക്ഷൻ കാണിക്കാം. അതിന് മുമ്പേ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഓണമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ഈ പെൻഡൻ്റ് തന്നെ ആദ്യം പരിചയപ്പെടുന്നത്. ഇത് നമ്മളുടെ രത്ന കളക്ഷനിൽ ശരിക്കും നവരത്നം തന്നെയാണ്. നവരത്നമാണ് ഇത്. പെൻഡന്റ് കളക്ഷനിൽ വരുന്ന രത്ന കളക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഇത് നവരത്നമാണ് ഈ നടുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നവരത്നത്തിലുള്ള മാലയും നമുക്ക് അവൈലബിൾ ആണ്. അതും കസ്റ്റമൈസ് ചെയ്തതാണോ? ഇത് കസ്റ്റമൈസ് ചെയ്താൽ നമ്മളുടെ ഷോറൂമിലുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും പിന്നെ ഡിസൈനും ഒക്കെ ഇതൊരു പാർട്ടി പ്രത്യേകം പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചാണല്ലേ. ഇതൊരു ഭംഗിയാ നോക്കാം. നമ്മൾ നവരത്ന മോതിരം കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നവരത്ന മാല കണ്ടിട്ടില്ല. അടിപൊളിയായിട്ട് നവരത്നത്തിന്റെ പെൻഡന്റ് അതൊക്കെ കോമൺ ആയിട്ടുള്ള. നവരത്നത്തിന്റെ മാല എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒട്ടും അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ ഇത് അഫോർഡബിൾ ആണ്. ഇത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഡയമണ്ട് മാത്രം, ഡയമണ്ടിന് പകരം സ്ഫടികമാണ് വരുന്നത്. ബാക്കി എല്ലാ സ്റ്റോൺസും എന്താണോ ഗോൾഡിലുള്ള, ഇപ്പോൾ ഈ ലോക്കറ്റിലാണെങ്കിലും വരുന്ന റിയൽ അതേപോലുള്ള സ്റ്റോൺസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ പുതിയ ബ്രാൻഡാണ്. പറക്കാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും ഇങ്ങനെ ഗോൾഡ് അങ്ങനെ 24 ക്യാരറ്റ് ഗോൾഡ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു ബ്രേസ്ലെറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹാങ്ങിങ് ഒക്കെ ഇട്ടിട്ട് അടിയിൽ ഹാങ്ങിങ് ഒക്കെ ഇട്ട് പേള് തന്നെ. ഇതെന്ന് പറയുമ്പോൾ റിയൽ പേളാണ്. നമ്മൾ പ്ലാസ്റ്റിക് പേളോ മറ്റ് ഇതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. കാരണം ഓണത്തിന് സെറ്റിൻ്റെ ഒക്കെ കൂടെ കറക്റ്റ് മാച്ചിങ് ആയിട്ട് ഗോൾഡനും സിൽവറും കൂടെ അതിൻ്റെ തന്നെ മോതിരം, പിന്നെ അത് തന്നെ വേറെ ചോക്കർ സെറ്റ് അതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ചോക്കർ സെറ്റ് കണ്ടോ. നമുക്ക് അതേപോലെയുള്ള ചോക്കർ സെറ്റ് ഒറിജിനൽ പേരായത് നല്ല ഖനമുണ്ട് കേട്ടോ. അതെ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കമ്മൽ എന്ന് പറയുമ്പോൾ അത് ടാഗ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കിടക്കുന്നില്ല. കമ്മല്, അതിൻ്റെ ഹാങ്ങിങ് സ്ക്രൂ
സ്റ്റഡ് തന്നെയാണേലും ഇടാം, അങ്ങനെയുള്ള രണ്ട് രീതിയിൽ നമുക്ക് ഇടാം അല്ലേ? വന്നപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് ചോദിച്ചാൽ ഇതെന്താണ് സംഭവം? കഥകളി. അതെ, കഥകളി ലോക്കറ്റ. ഇതെന്ന് പറയുമ്പോൾ കണ്ടോ താലിയൊക്കെ തൂങ്ങിയിട്ട് നമ്മൾ കഥകളി ഫേസും അതിൻ്റെ കംപ്ലീറ്റ് ഡെക്കറേഷൻസും. അതുപോലെ തന്നെ വേറൊരു കഥകളി അതുണ്ട് അല്ലേ? ഇതുണ്ട്. അത് അടിയിൽ നമ്മൾ കുറച്ചുകൂടെ വലിയ ഹാങ്ങിങ് ഒക്കെ ഇട്ടിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ട്രസിന് വേണ്ടിയിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് സിമ്പിളാക്കി കുറച്ചുകൂടെ. അപ്പം നമ്മളുടെ ചെറിയ ചെയിനിലിട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന. അപ്പം നമ്മളങ്ങനെ ഏത് വേണമെങ്കിലും ഇത് ഈ മോഡൽ കണ്ടിട്ടാണ് അത് ചെയ്തത്. പിന്നെ ഇങ്ങനെ പേള് മാത്രമല്ല, രുദ്രാക്ഷമൊക്കെ നമ്മുടെ ജെൻസിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ സ്പെഷ്യൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഗോൾഡൻ ബോളും രുദ്രാക്ഷമൊക്കെ ഇട്ടിട്ട്, ഇത് അതേപോലെ കപ്പൊക്കെ ഇട്ടിട്ടുള്ളത് വേറെ വരുന്നുണ്ട്. വേറെ ഒരുപാട് ഇതൊരു വേറെ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ സാധാരണ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ബോക്സ് കരിമണി ചെയ്തേക്കുന്നു. ഇത് അതുപോലെ തന്നെ കോറലും ജേഡും ഗോൾഡൻ ബോൾസും കൂടെ ഇട്ടിട്ട് വന്നിരിക്കുന്ന അതിന് തന്നെ ചേരുന്ന രീതിയിൽ സ്റ്റഡും ഉണ്ട്. അതിൻ്റെ പെൻഡൻറ്റും വരുന്നുണ്ട്. സെറ്റായിട്ട് പാർട്ടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ഇതേപോലെ കറുത്തമുത്തോ ഇനി ഏത് ബീഡ്സിൽ വേണേലും ഇതേപോലെ പെൻഡൻ്റ് ഇട്ട വലിയ പെൻഡൻ്റ്, ഇപ്പോൾ ഇതുപോലെ വലിയ പെൻഡൻ്റൊക്കെ ഇട്ടിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ ഏത് മോഡൽ വേണേലും. ഇതൊരു വേറൊരു പേളിൻ്റെ തന്നെ റിയൽ പേളാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ആ ഒരു കരിമിട്ടു വള. ഇതെന്ന് പറയുന്നത് ഫിലിഗ്രി എന്ന് പറയുന്ന ഫിലിഗ്രി ഡിസൈൻ. അതാണ് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആൾക്ക് ശരിക്കും കൈയുടെ അളവൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് ഓർഡർ തന്നപ്പോൾ പറഞ്ഞു സാധാരണ എൻ്റെ കൈയുടെ അളവിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ട് തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരെണ്ണം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആളുടെ കയ്യിൽ അത് ചേരില്ല. ഇത്ര ചെറിയ ബേബി ബാംഗിൾ പോലുള്ള സൈസാണ് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സൈസിലും അവൈലബിൾ ആണ്. അങ്ങനെ രണ്ടെണ്ണം. ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല പൂമ്പാറ്റ പോലെ തോന്നുന്നു. അതെ. അപ്പോൾ ആൾക്ക് ഇത് കണ്ടിട്ട് വേണം അതിന് ചേരുന്ന രീതിയിൽ തന്നെ ഒരു നെക്ലേസും അതിന് ചേരുന്ന കമ്മലും മോതിരവും എല്ലാം വേണം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്, ഇതുപോലെ വന്ന് നമുക്ക് പറഞ്ഞും ചെയ്യിപ്പിക്കാം, ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി പ്രീമിയം കളക്ഷൻ കാണാം അല്ലേ? അതെ. ഇതാണ് കേട്ടോ പാലക്കാടിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം കളക്ഷൻസിലുള്ള ഓർണമെന്റ്സ് ആണ് ഇത്. എന്താ ഈ ശരിക്കും പ്രീമിയം കളക്ഷൻ? പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ അല്പം പ്രീമിയം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാധാരണ സ്റ്റോൺ നെക്ലേസുകളൊക്കെ വരുന്നത് സ്റ്റാർ കട്ട് AD സ്റ്റോൺസിലാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും ക്യൂബിക് സിർക്കോണിയ അങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ട് എല്ലാം സർട്ടിഫൈഡ് ആണ്. നമ്മുടെ ജെം ലാബിൽ തന്നെ സർട്ടിഫൈ ചെയ്തിട്ട് വരുന്നത്. നമ്മളുടെ ഡയമണ്ട് എല്ലാം സർട്ടിഫൈ ഇല്ല, നാച്ചുറൽ സ്റ്റോൺസ് സർട്ടിഫൈ ചെയ്യുന്ന ലാബിൽ തന്നെ സർട്ടിഫൈഡ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റെ സ്റ്റഡിനും എന്താ പറയുക നെക്ലേസിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സർട്ടിഫിക്കേഷൻ കാണും. ക്യൂബിക് സിർക്കോണിയാണെന്നുള്ളത്. നമുക്കിത് ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ തിരികെ നമ്മൾക്ക് 3 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ സർവീസ് ഉണ്ട്. ഇനി നമുക്ക് 3 വർഷത്തിനുള്ളിൽ വേണമെങ്കിലും ഇത് മാറ്റി ചേഞ്ച് ചെയ്ത് 50% മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. അതിപ്പോൾ ഇതിന് പ്രീമിയത്തിനും മാത്രമല്ല, മറ്റ് ഓർണമെൻറ്റ്സിനെല്ലാം നമ്മൾ 2 ഇയറിനുള്ള സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം പെയ്ഡ് സർവീസ് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യാൻ 50%-നുള്ളിൽ 1 ഇയറിന് ഉള്ളിൽ 50%-നും അതിന് ശേഷമാണെങ്കിൽ 40%, 30% അങ്ങനെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ മണി ബാക്ക് ഉണ്ട്. അങ്ങനെ പാലക്കാട്ടിന് മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പ്രീമിയം കളക്ഷൻ. അപ്പോൾ പ്രീമിയം കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് എന്തൊക്കെയാണ്? ഇതിന്റെ ഈ സ്റ്റോൺസ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡയമണ്ട് ഇല്ലേ, ഡയമണ്ടിന്റെ അതേ എക്സാക്ട് ഫിനിഷ് ആയിരിക്കും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് ഭംഗിയാ, നോക്ക് നല്ല രസമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോന്നും എടുത്ത് കാണിക്കേണ്ട വരും. അത്രയും കണ്ടു കഴിഞ്ഞാൽ ഇതാണല്ലോ ഏറ്റവും ഇഷ്ടമായ അല്ലേ? കണ്ടപ്പോൾ ഇതിന്റെ കളറും ജസ്റ്റ് ഇതിന്റെ കളറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് എന്ത് കളറാന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇത്
ഞാൻ തന്നെ മാറിപ്പോയല്ലേ. ഇത് ശരിക്കും ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈൻ റെഡ്. വൈൻ റെഡ് പോലെ ഒരു ഷെയ്ഡാണ്. വൈൻ റെഡ് ഷെയ്ഡാണല്ലോ ഇത്. ഇത് ഒരു ഓർണമെന്റ്സ്, ഇത് ഒരു ഓർണമെന്റ് ഇട്ടാൽ മതി. ശരിക്കും റിസപ്ഷനൊക്കെ വേണ്ടിയിട്ടും പാർട്ടി വെയർ ആയിട്ടുള്ള അങ്ങനെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ, മീൻസ് ഇത് ഗോൾഡ് ആണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ. പക്ഷെ നമുക്ക് വൺ ടൈം യൂസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഡയമണ്ടോ അല്ലെ അതുപോലുള്ള പ്രഷ്യസ് സ്റ്റോൺസോ ഒക്കെ വാങ്ങുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും പിന്നീട് ഉപയോഗിക്കില്ല. നമുക്കിപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഏകദേശം ഒരു പ്രൈസ് പറയാൻ പോകുന്നത്. നമുക്കിപ്പോൾ എടുത്ത് അതിന്റെ ഒരു പ്രൈസ് പറയാൻ പറ്റും. നെക്ലേസ് എന്നൊക്കെ പറയുമ്പോൾ അല്പം അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഒരു 30,000 ഒക്കെ. പക്ഷെ ഇത് വരുന്നത് ഇതിലാണെങ്കിൽ, അതായത് ഒറിജിനൽ ആണെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ വരും. അത് വെച്ച് നോക്കുമ്പോൾ 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൈഡിന് അതേ ഫിനിഷ് ഫീല്. പിന്നെ ഇപ്പൊ ബ്രൈഡ്സിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് വേണേ അവർക്ക് എടുത്തു കൊണ്ടുപോകാം. എടുത്തു കൊണ്ടുപോയിട്ട് ഒരു 2 വീക്സിനുള്ളിൽ വേണേ തിരികെ കൊണ്ടുവന്നിട്ട് അവർക്ക് മാറ്റി വേറെ ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ആ കാശ് മുടക്കിയാലും ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം അതിന് ശേഷം വേണേ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പൊ ചെറിയ ഇതുപോലുള്ള പെൻഡന്റുകളോ അല്ല ചെറിയ ചെറിയ ബാംഗിൾസോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റി എടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ കാശ് വർത്താണല്ലോ. പിന്നീട് കൊണ്ടുവന്ന ഒരു 1 ഇയറിനുള്ളിൽ 50% മാറ്റുകയും ചെയ്യാം. അപ്പൊ പിന്നെ ബ്രൈഡ്സ് എടുത്താലും അവർക്ക് നഷ്ടമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രീമിയം, എല്ലാം പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരുപാട് കളക്ഷൻ ഉണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ഒരു കളക്ഷൻ ആണെങ്കിൽ മറ്റു കടകളിൽ വേറെ നമ്മളുടെ പറക്കാട്ടിന്റെ ഷോപ്പിൽ വേറെ കളക്ഷൻസ് കാണും. അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് ആ ഒരു സ്റ്റോണിന്റെ ഫിനിഷ് ഏകദേശം ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഞാനേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാ ഓർണമെൻറ്റ്സും ഇഷ്ടമാണ്. പക്ഷേ വളകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കളക്ഷനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ പാലക്ക മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ വരെ ഇവിടെ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് അപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ പോകുന്നത് ട്രെൻഡി ആയിട്ട് പോകുന്നത് ഇപ്പോൾ നഗാസിന്റെ വളകൾ, ലക്ഷ്മി വളകൾ, ഓക്കെ, അങ്ങനെയുള്ള, പിന്നെ കെമ്പ് സ്റ്റോൺ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന വളകൾ. ഓക്കെ, ഇതാണ് കെമ്പ് സ്റ്റോൺ അല്ലേ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിൽക്കുന്നത് കണ്ടോ, നമ്മുടെ ഈ കളറിലേക്കും നമ്മളിത് ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും. സ്വർണ്ണത്തിൽ ഓഫ് കളറിലേക്ക്, ശരിക്കും ആന്റി കളറിലേക്ക്. അപ്പൊ ഇതിപ്പോ 3 ഷെയ്ഡിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ആന്റിക്കിലും മറ്റേ ചെട്ടിനാടിലും ഒക്കെയാണ് വരുന്നത്. ഇതിപ്പോ ലക്ഷ്മി തന്നെ സെന്ററിലും ലക്ഷ്മി വന്നിട്ടുണ്ട്, പക്ഷേ ചുറ്റും സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നവരത്നത്തിന്റെ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മൾട്ടി കളറിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വളകളുടെ കളക്ഷൻ വരുന്നത്. ഈ ഒരു കളക്ഷനിലേക്ക് വരുമ്പോൾ ഇതെന്താണ് സംഭവം? ഇതാവുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റോഡിയും വർക്ക് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾഡിൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പോകുന്നതാണ് നോർമൽ വളകളിൽ ഇങ്ങനത്തെ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തിട്ട് വരുന്നത്. അതിന്റെ കളക്ഷൻ നമുക്ക് അത്യാവശ്യമുണ്ട്. എല്ലാ ഷെയ്ഡിലും ഡിസൈനിലും കിട്ടും, നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. കിട്ടും. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് ഇത് വരുമ്പോൾ സ്റ്റോൺ വളകളാണ്. ഇതില് പ്രീമിയം കളക്ഷൻ ഉണ്ട്. അത് കൂടാതെ ഇതുപോലെ പേള്, കോറല്, ഇങ്ങനെയുള്ള ഡിസൈനിൽ വരുന്നുണ്ട്. അത് സ്റ്റോണിലും ചെയ്യാം, നമ്മുടെ ഇങ്ങനെയുള്ള ബീഡ്സ്, ഇങ്ങനെയുള്ള പേള്, അങ്ങനെയുള്ള ഇതിലും ചെയ്യാം. പിന്നെ ഇതെല്ലാം ആണ് വരുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷനിലാട്ടോ ഈ വളകൾ വരുന്നത്. വൈറ്റ് സ്റ്റോൺ, അതായത് സിർക്കോണിയ സ്റ്റോൺ ആണ് നമുക്ക് വരുന്നത്. വിത്ത് വാറണ്ടിയാണ്. സ്റ്റോണിനെ നമ്മൾ വാറണ്ടി ചെയ്യുന്നുണ്ട്, അതിന്റെ കാർഡ് ഇഷ്യൂ ചെയ്യും. പിന്നെ ഉള്ളത് നോർമൽ വളകളും ഉണ്ട്, നമ്മുടെ AD സ്റ്റോൺ വെച്ചിട്ടുള്ള വളകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വരുന്നത് പാലക്ക. ഈ പാലക്ക വളകളൊക്കെ എപ്പോഴും എല്ലാവരും ചോദിച്ചു നടക്കുന്ന അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതും പല കളറിലുള്ളത്, റെഡ്, ബ്ലൂ, ഗ്രീൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ഉണ്ടല്ലേ? ആ, ബ്ലാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബ്ലാക്കിൽ ചെയ്യാം, ബ്ലാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. മാത്രമല്ല ബ്ലാക്കിലും ബ്ലൂ, ബ്ലാക്ക്, റെഡ് എല്ലാ കളക്ഷനും പല ഡിസൈനിലും പല സ്റ്റോൺ വർക്കിലും കിട്ടും. ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് വെഡ്ഡിങ് കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് കേട്ടോ. നല്ല തടവളകളില്ലേ, കട്ടി തടവളകൾ, അങ്ങനത്തെയാണ് ഈ ഒരു കളക്ഷൻസ്. അതായത് നല്ല കട്ടിയിൽ വന്നിട്ട് ഗോൾഡനിൽ തന്നെ പല ഡിസൈൻസാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നല്ല വണ്ണുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് പല ഡിസൈൻസും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെയാണ് ഈ ഒരു കളക്ഷൻസ്. അപ്പോൾ ഇനി അത് നമുക്ക് നോക്കാം. ഒരു
മാലയുടെ കൂടെ അതിൻ്റെ പെൻഡൻ്റ് ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ. അടിപൊളി പെൻഡൻറ്റുകൾ, നല്ല രസമുള്ള ലോക്കറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതും ഏറ്റവും ചെറിയ ലോക്കറ്റ്സുമുള്ള വലിപ്പമുള്ള ലോക്കറ്റ് വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷനാണിത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെട്ടിനാട് നഗാഷി കളക്ഷനാണ് കേട്ടോ. ഇത് ഏറ്റവും പുതിയ കളക്ഷനാണല്ലേ. ചെട്ടിനാട് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. നഗാഷി കളക്ഷൻ പുതിയതാണ്. നഗാഷിയും നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. നമ്മളുടെ കയ്യിലും വർഷങ്ങളായിട്ടുണ്ട്. എങ്കിലും അതിൽ ഒരുപാട് കളക്ഷൻസ് നേരത്തെ എന്ന് പറഞ്ഞാൽ നെക്ലേസിൽ കുറച്ച് മോഡൽസ് ഒക്കെ വലിയ ഷോർട്ട് ചെയിൻസ് ഒക്കെയാണ് നഗാഷിയിൽ വന്നിട്ട് ഇരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള നഗാഷി വർക്കിൽ വരുന്ന വർക്കുകളും നെക്ലേസ് വരുന്നുണ്ട്, പിന്നെ ബാംഗിൾസ് വരുന്നുണ്ട്. അതിന് ചേരുന്ന രീതിയിൽ ജിംകാസൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഇതേപോലുള്ള ഒരുപാട് കളക്ഷൻസ് അതിന് ചേരുന്ന രീതിയിൽ ബാംഗിൾസ് എല്ലാം ഉണ്ട്, റിങ്സ് എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കളക്ഷൻസ് കുറച്ചും കൂടെ വലിപ്പമുള്ള ടൈപ്പ് വലിപ്പമുള്ളതാണ് കൂടുതലും വരുന്നത്. പക്ഷേ സിമ്പിളും വരുന്നുണ്ട്. ഇതെന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ബ്ലാക്ക് ആൻറ്റിക് ആയിട്ട് വരുന്നു. നഗാഷിയിൽ തന്നെ ബ്ലാക്ക് ആൻറ്റിക്. അതിന് നമുക്ക് ഏത് ടോൺ വേണമെങ്കിലും ഇപ്പം ഇതിൽ തന്നെ നോക്കി അറിയാൻ പറ്റും. അല്പം റെഡിഷ് ടോണിൽ വരുന്നുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഷെയ്ഡ് വ്യത്യാസം. ഇതിനൊരു അല്പം യെല്ലോയിഷ് ഷെയ്ഡ് ഉള്ളത്. ചിലത് റെഡിഷ് വരും, ബ്ലാക്കിഷ് വരും, പിന്നെ കോപ്പർ ഫിനിഷ് വരും. അതിൽ തന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളത് വരും. അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ വരുന്നുണ്ട് നഗാഷി ചെട്ടിനാട് കളക്ഷൻസ് തന്നെ. നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എപ്പോഴും ചിന്തയാണല്ലോ. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഓപ്ഷൻ പറയുന്നത് എന്ന് വെച്ചാൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ. അതുമാത്രമല്ല ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിക്ക് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രപതിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മൾ മരപ്രഭു. ഇത് നമ്മൾ ആദ്യം ലാലേട്ടന് കൊടുത്തു. ലാലേട്ടൻ സുവർണ മരപ്രഭു, ഗുരുവായൂർ സുവർണ മരപ്രഭുവിൻ്റെ ആരാധകനാണ് അദ്ദേഹം. ഇത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു. പിന്നെ നമ്മൾ ദ്രോണാചാര്യ, അതാണ് നേവൽ ബേസിൽ അതെ രാഷ്ട്രപതി കൊടുത്തത്. പിന്നെ ഇതുപോലെ എല്ലാ സെലിബ്രിറ്റീസിനും അതേപോലെ തന്നെ ഇതേപോലെയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും
പിന്നെ എന്താ പറയുക, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ കാണാം. പറക്കാട്ടിൻ്റെ തുടക്കം ഇതേപോലെയുള്ള ഒരു ഗണപതി വിഗ്രഹത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇവിടെ ഗണപതി, ലക്ഷ്മി, ഇതെല്ലാം ഉണ്ട്. നമ്മൾ സരസ്വതി എല്ലാം വരുന്നുണ്ട്. ഒരു ചെറിയ ക്യൂട്ട് ബ്ലൂ കൃഷ്ണനുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഗണപതി വിഗ്രഹങ്ങൾ വലുതും ചെറുതുമായിട്ട് എല്ലാ വലുപ്പത്തിലും വരുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ ഇതുണ്ട് കേട്ടോ. അതാ വാൽക്കണ്ണാടി. അപ്പോൾ വാൽക്കണ്ണാടി നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ അമ്മമാര് നമ്മള് വീട് കാണാനൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ കൊടുക്കാനും. ഇനി അങ്ങനെ നോക്കുമ്പോൾ ചെറിയ ആനക്കുട്ടികൾ എല്ലാ വലുപ്പത്തിലുള്ള, വലിയ വലുപ്പമുണ്ട്, ചെറിയ വലുപ്പവും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോഴാണ് ഓർക്കുന്നത് ഞാനതാ വിന്നർ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു മോഡൽ. ഇതിന്റെ ഒരു 3-4 വലുപ്പമുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഈ ട്രോഫികൾ കൊടുക്കാനായിട്ട് പലതും നമ്മൾ ഉണ്ടാക്കി അവർ പറയുന്ന ഡിസൈൻ ചെയ്ത് ഇത് തന്നെ ഇപ്പൊ ഇതൊരു എന്താ പറയാ, ഒരു ഫിലിം അവാർഡിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഫ്ലൈയിങ് ലേഡി എന്ന് പറയുന്നത് കണ്ട. അതിന്റെ ഒരു സ്ട്രക്ചർ വലിപ്പമുള്ള നല്ല എന്തായാലും ഇതുപോലെ ഒരെണ്ണം വീട്ടിലും ഇരിക്കുന്നുണ്ട്. എനിക്ക് മിസ്സിസ് കേരളയുടെ കിട്ടിയപ്പോൾ ഉള്ളതാണ്. ഭയങ്കര രസമായിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. അതേപോലെയുള്ള നമ്മള് ലേഡി മൊമെന്റോ ഉണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ അവാർഡ്സ് കൊടുക്കാനായിട്ട്. എന്ന് പറയുമ്പോൾ ബാക്കും എല്ലാം ഗോൾഡ് ചെയ്തിട്ട് ഹാങ് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയുള്ള മൊമെന്റോസ് ഉണ്ട്. ഈ മൊമെന്റോസ് എല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്യും. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് 24 ചാനലിന് വേണ്ടിയിട്ട് നമ്മളുടെ എവിടെയാ വയനാട് ദുരന്തം അതിൽ ഹെൽപ്പ് ചെയ്ത് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാക്കിൽ ചെയ്യുന്നുണ്ട്, വൈറ്റിൽ ചെയ്യാം, ഗോൾഡൻ ചെയ്യാം, സിൽവർ ചെയ്യാം, കോപ്പർ കളറ്, ബ്രാസ് കളറ്, അങ്ങനെ ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ സെയിം വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഗോൾഡൻ വരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ലേഡി മൊമെന്റോ ഉണ്ട്, ജെൻ മൊമെന്റോ ഉണ്ട്, എല്ലാം വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ശരിക്കും ഇതാണോ, എന്താ കിരീടാണോ? ഇത് കിരീടമല്ല. ഇങ്ങനെ കിരീടം നമ്മൾ ചെയ്യുന്നുണ്ട്, അതറിയാലോ. നമ്മൾ കേരള മിസ് സൗത്ത് ഇന്ത്യക്ക് എല്ലാം കിരീടം ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്റ്റോൺ വർക്കാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു അരപ്പട്ടയാണ്. നല്ല ഹെവി ആയിട്ടുള്ള അരപ്പട്ടയാണ് കേട്ടോ. അതായത് അതെ അതും പാലക്കയിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? നാഗപടം സ്റ്റോണിൽ ചെയ്തിരിക്കുന്നത്. പാലക്ക നാഗപടം, പാലക്ക കല്ലുകൊണ്ട് ചെയ്ത നാഗപടം ഷേപ്പിൽ ചെയ്തിരിക്കുന്ന. ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഏത് കളേഴ്സിന് വേണേലും, ഇപ്പൊ എത്ര വലിപ്പം വേണേലും ചെയ്യാം. പിന്നെ ഇത് പെൻഡന്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ വലിപ്പമൊക്കെ പെൻഡന്റില് വരുന്നതാണ് സാധാരണ വരുന്നത്. പിന്നെ ഇതിന്റെ ഏത് വലിപ്പം വേണമെങ്കിലും പറയുവാണെങ്കിൽ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. ഇതും ഒരു ഫിലിം ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇതിനകത്തൊക്കെ. അയോധ്യ, സരസ്വതി, ലക്ഷ്മി, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർണമെന്റ്സ് മാത്രമല്ല, ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. അതുപോലെ ജ്വല്ലറീസ് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ റെന്റിനും നമുക്ക് നൽകാനായിട്ട് പറ്റും അല്ലേ? ഇപ്പോൾ റെന്റൽ ജ്വല്ലറി ഈ പറഞ്ഞ പോലെ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? റെന്റിലെന്ന് പറയുമ്പോൾ കല്യാണം ഇല്ല. ഇപ്പോൾ പെൺകുട്ടികൾ എടുക്കാറുണ്ട്, അമ്മമാർക്കുള്ള എടുക്കാറുണ്ട്, കസിൻസ് വന്ന് എടുക്കാറുണ്ട്, ചേച്ചിമാര് അങ്ങനെയൊക്കെ വരുമല്ലോ, അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ ചെറിയ ഫംഗ്ഷന് വേണ്ടിയിട്ടാണേലും സിംഗിൾ നെക്ലേസ് ഉപയോഗിക്കാൻ. ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വരും, മറ്റു പല സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടും ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് പോകാറുണ്ട്. സിമ്പിളായിട്ടുള്ളതും ഉണ്ട്, ഹെവി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പറക്കാട്ടിൻ്റെ റെൻ്റൽ ജ്വല്ലറിയുടെ ആ ഒരു സെക്ഷൻ. ഇതാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് റെൻ്റലായിട്ട് ജ്വല്ലറി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ബ്രൈഡ്സിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ വരുന്നു, ആ ഓണത്തിൻ്റെ ഓർണമെൻറ്റ്സ് നമുക്ക് മാച്ച് ചെയ്ത് ആ ഡ്രസ്സ് കൊണ്ടുവന്ന് നമുക്ക് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള സ്പെഷ്യൽ കളക്ഷൻസ് അവൈലബിൾ ആണ് റെൻ്റൽ ജ്വല്ലറിയിൽ. മറക്കണ്ട, പറക്കാട് ജ്വല്ലറി.
ഓണം കളക്ഷൻസ് പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഇതെല്ലാം അങ്ങ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് കാണാനായിട്ട് നേരെ ഇങ്ങ് പോരെ എറണാകുളത്തുള്ള നമ്മുടെ MG റോഡിലുള്ള പറക്കാട് ജുവല്ലേഴ്സിലേക്ക്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ചേച്ചി. താങ്ക് യു.